ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ പണം ഒട്ടും നിൽക്കാറില്ല. പണം വരുന്നു, അതുപോലെ തന്നെ കയ്യിൽ നിന്ന് പോകുന്നു. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഫലം എപ്പോഴും പഴയതു തന്നെ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണിങ്ങനെയെന്ന്? ഇതിനൊരു ഉത്തരം പുറത്തല്ല, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതെ, നിങ്ങളുടെ വീടിന്റെ ഊർജ്ജം, നിങ്ങളുടെ സ്ഥലം, അവിടെയുള്ള വസ്തുക്കൾ. ഇവയാണ് പണം നിങ്ങളെ തേടി വരുമോ അതോ നിങ്ങളിൽ നിന്ന് അകന്നുപോകുമോ എന്ന് തീരുമാനിക്കുന്നത്. ബോബ് പ്രോക്ടർ പറയുന്നു, പ്രപഞ്ചം എപ്പോഴും നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ എന്ത് തരംഗമാണോ പുറത്തുവിടുന്നത് അതുതന്നെയാണ്. നിങ്ങളുടെ വീട്ടിലെ ഓരോ മുക്കും മൂലയും ഓരോ വസ്തുവും ഓരോ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ തരംഗങ്ങൾ അഴുക്കുപിടിച്ചതും ചിതറിക്കിടക്കുന്നതുമാണെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന സമ്പത്തിന്റെ ഒഴുക്ക് അവിടെ തടസ്സപ്പെടും. എന്നാൽ നിങ്ങൾ വീട് ശരിയായ രീതിയിൽ വൃത്തിയാക്കാൻ തുടങ്ങിയാൽ പണത്തിന്റെ ഒഴുക്ക് താനെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ തങ്ങളുടെ വീടുകളിൽ ചെയ്യുന്ന ആ രഹസ്യമായ രീതിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കോടീശ്വരൻ തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ സാധനങ്ങൾ വലിച്ചുവാരിയിട്ടിരിക്കുന്നത് കാണാറുണ്ടോ? ഒരിക്കലുമില്ല. വിജയികളായ മനുഷ്യർ ആദ്യം ചെയ്യുന്നത് തങ്ങളുടെ വീടിന്റെ ഊർജ്ജം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. കാരണം അവർക്കറിയാം, വീട് എന്നത് വെറുമൊരു താമസ സ്ഥലമല്ല, അത് പ്രപഞ്ചവുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും വലിയ മാധ്യമമാണെന്ന്. നിങ്ങളുടെ വീടിന്റെ ഓരോ മൂലയും നിങ്ങളുടെ ചിന്തയുടെ പ്രതിഫലനമാണ്. നിങ്ങളുടെ അലമാര അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളും ചിതറിക്കിടക്കുകയായിരിക്കും. നിങ്ങളുടെ മുറിയിൽ പൊടിയും അഴുക്കുമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും ടെൻഷനും തീർച്ചയായും ഉണ്ടാകും. ഇനി നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ വൃത്തികെട്ടതും കേടുപാടുകൾ ഉള്ളതുമാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, സമ്പത്തിന്റെ വാതിൽ അടഞ്ഞുകിടക്കുകയാണ്. ബോബ് പ്രോക്ടർ പറയുന്നത്, നിങ്ങൾ വീട് വൃത്തിയാക്കുമ്പോൾ അത് വെറും പൊടി തട്ടിക്കളയലല്ല, അത് പ്രപഞ്ചത്തോട് ഞാൻ പുതിയ ഊർജ്ജത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയലാണ്. പഴയതും ഉപയോഗശൂന്യവും പൊട്ടിയതുമായ സാധനങ്ങൾ എടുത്തുമാറ്റുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിനൊരു സന്ദേശം നൽകുന്നു. ഞാൻ പഴയതിനെ ഉപേക്ഷിച്ചു, ഇനി എനിക്ക് പുതിയത് തരൂ. എന്താണാ പുതിയത്? പുതിയ പണം, പുതിയ അവസരങ്ങൾ, പുതിയ ഐശ്വര്യം. അതുകൊണ്ട് പണം നിങ്ങളെ തേടി വരാൻ സഹായിക്കുന്ന ആ ശുചീകരണ രീതികൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ പടി പ്രധാന വാതിലാണ്. വീടിന്റെ പ്രവേശന കവാടമാണ് നിങ്ങളുടെ ഊർജ്ജത്തിന്റെയും പ്രവേശന കവാടം. സമ്പന്നരായ ആളുകൾ ഒരിക്കലും തങ്ങളുടെ പ്രധാന വാതിൽ വൃത്തികേടായി ഇടില്ല. അവർ ദിവസവും അവിടെ വെള്ളം തളിക്കും, അലങ്കരിക്കും. വാതിലിന്റെ പരിസരത്ത് പൊട്ടിയ ചെരുപ്പുകളോ പഴയ സാധനങ്ങളോ കൂട്ടിയിടില്ല. പ്രധാന വാതിൽ വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ പ്രപഞ്ചത്തിന് ലഭിക്കുന്ന സന്ദേശം വ്യക്തമാണ്: ഈ വീട് സ്വാഗതം ചെയ്യുന്ന ഒന്നാണ്, ഇവിടെ ഐശ്വര്യം വരാം. രണ്ടാമത്തെ പടി അടുക്കള. ധനവും അന്നവും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ട്. അടുക്കള വൃത്തിഹീനമാണെങ്കിലോ, പാത്രങ്ങൾ കഴുകാതെ കിടക്കുകയാണെങ്കിലോ, അലമാരയിൽ പഴയതും ചീത്തയായതുമായ സാധനങ്ങൾ നിറഞ്ഞിരിക്കുകയാണെങ്കിലോ, അത് ദാരിദ്ര്യത്തെ നേരിട്ട് ക്ഷണിച്ചു വരുത്തും. ലോകത്തിലെ സമ്പന്നർ തങ്ങളുടെ അടുക്കളയെ ഒരു ക്ഷേത്രം പോലെയാണ് കാണുന്നത്. അവർ ഒരിക്കലും പൊട്ടിയ സാധനങ്ങൾ സൂക്ഷിക്കില്ല. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ അടുക്കള ഒന്ന് പരിശോധിക്കൂ. പൊട്ടിയ പാത്രങ്ങളോ ചീത്തയായ സാധനങ്ങളോ ഉണ്ടെങ്കിൽ അത് കളയുക. ഇത് വെറും സാധനങ്ങളുടെ ശുചീകരണമല്ല, നിങ്ങളുടെ സാമ്പത്തിക ഊർജ്ജത്തിന്റെ ശുചീകരണമാണ്. മൂന്നാമത്തെ പടി കിടപ്പുമുറി. നിങ്ങൾ ഉറങ്ങുന്ന സ്വപ്നം കാണുന്ന സ്ഥലമാണിത്. ഇവിടെ സാധനങ്ങൾ വലിച്ചുവാരിയിട്ടിരിക്കുകയാണെങ്കിലോ, കിടക്ക എപ്പോഴും അലങ്കോലമായി കിടക്കുകയാണെങ്കിലോ, നിങ്ങളുടെ ഉറക്കവും ചിതറിപ്പോകും, സ്വപ്നങ്ങളും അപൂർണമാകും. വിജയികളായ ആളുകൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്നത് തങ്ങളുടെ കിടക്ക വിരിക്കുക എന്നതാണ്. ഇതൊരു ചെറിയ കാര്യമാണ്, പക്ഷേ ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ ചിട്ടപ്പെടുത്തുന്നു. പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ മുറി വൃത്തിയായി സൂക്ഷിക്കുക. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനമാണ്: വേണ്ടാത്ത സാധനങ്ങൾ. ബോബ് പ്രോക്ടർ പറയുന്നത്, വീട്ടിലിരിക്കുന്ന ഓരോ സാധനവും ഓരോ ചിന്തയാണ് എന്നാണ്. വീട്ടിൽ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നിറഞ്ഞിരുന്നാൽ നിങ്ങളുടെ ചിന്തകളും ഉപയോഗശൂന്യമായ കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. പഴയ പത്രങ്ങൾ, പൊട്ടിയ കളിപ്പാട്ടങ്ങൾ, പാഴ്വസ്തുക്കൾ, ഉപയോഗിക്കാത്ത ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇവയെല്ലാം പണത്തെ തടഞ്ഞു നിർത്തുന്നവയാണ്. പണക്കാർ പാഴ്വസ്തുക്കൾ സൂക്ഷിക്കില്ല. അവർ പഴയതിനെ മാറ്റി പുതിയതിന് വരാൻ സ്ഥലമുണ്ടാക്കുന്നു. ഓർക്കുക, പഴയത് പുറത്തേക്ക് കളയാതെ പുതിയതിന് വരാൻ സ്ഥലമുണ്ടാകില്ല. ഇന്ന് തന്നെ ഒരു ബാഗ് എടുക്കുക, വീട്ടിലെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം അതിലേക്ക് മാറ്റുക. ഇത് ചെയ്ത് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. അടുത്ത വലിയൊരു രഹസ്യം കാറ്റും വെളിച്ചവും. ദാരിദ്ര്യമുള്ള വീടുകളിൽ പലപ്പോഴും ജനാലകൾ അടഞ്ഞുകിടക്കും, കർട്ടനുകൾ അഴുക്കുപിടിച്ചു കിടക്കും, മുറികളിൽ ഇരുട്ടായിരിക്കും. എന്നാൽ സമ്പന്നർ എപ്പോഴും വീട് തുറന്നിടുന്നു. ശുദ്ധവായുവും വെളിച്ചവും ദിവസവും ഉള്ളിലേക്ക് വരുന്നു. ഇത് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളുകയും പോസിറ്റീവ് ഊർജ്ജത്തെ കൊണ്ടുവരികയും ചെയ്യുന്നു. പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ജനാലകൾ തുറന്നിടുക, കർട്ടനുകൾ മാറ്റുക, സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരട്ടെ. ഇനി അല്പം ആഴത്തിൽ ചിന്തിക്കൂ. വീട് വൃത്തിയാക്കുക എന്നത് വെറും സാധനങ്ങൾ വൃത്തിയാക്കലല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ശുചീകരണം കൂടിയാണ്. പുറത്തെ അഴുക്ക് മാറുമ്പോൾ ഉള്ളിലെ അലസതയും നെഗറ്റീവ് ചിന്തകളും മാറും. അതുകൊണ്ടാണ് പണക്കാർ രാവിലെ തന്നെ വീട് വൃത്തിയാക്കുന്നത്.
അവർ ദിവസത്തിന്റെ തുടക്കം തന്നെ വൃത്തിയുള്ള അന്തരീക്ഷത്തിലും വൃത്തിയുള്ള ചിന്തകളിലുമാണ് ആരംഭിക്കുന്നത്. ബോബ് പ്രോക്ടർ പറയുന്നു, നിങ്ങളുടെ വീട് നിങ്ങളുടെ മാനസികാവസ്ഥയുടെ വിപുലീകരണമാണ്. പുറം ലോകത്ത് നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ വീടിനെ സമ്പന്നരുടേതുപോലെ ആക്കുക. ഇതിനർത്ഥം വില കൂടിയ ഫർണിച്ചർ വേണമെന്നല്ല, മറിച്ച് വൃത്തിയും ലാളിത്യവും ഊർജ്ജവും വേണമെന്നാണ്. ഈ ശീലം നിങ്ങൾ തുടരുകയാണെങ്കിൽ പതിയെ നിങ്ങളുടെ ചിലവുകൾ കുറയുന്നതും വരുമാനം കൂടുന്നതും കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ വരും. ഇതൊരു മാജിക് അല്ല, ഇതാണ് ഊർജ്ജത്തിന്റെ നിയമം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ വീട് വൃത്തിയാക്കാൻ തുടങ്ങി, ദിവസവും വെറും 15 മിനിറ്റ് അതിനായി മാറ്റിവെച്ചാൽ 30 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ വീട് എങ്ങനെയായിരിക്കും? വൃത്തിയുള്ള തിളങ്ങുന്ന ഒരിടം. വീട് മാറുമ്പോൾ ചിന്തകൾ മാറും, ചിന്തകൾ മാറുമ്പോൾ തീരുമാനങ്ങൾ മാറും, തീരുമാനങ്ങൾ മാറുമ്പോൾ ഫലങ്ങളും മാറും. ഇതാണ് പണക്കാരനാകാനുള്ള യഥാർത്ഥ രഹസ്യം. ഓർക്കുക, ദാരിദ്ര്യം പുറത്തുനിന്നല്ല വരുന്നത്, അത് ഉള്ളിലെ അഴുക്കിൽ നിന്നും ചിട്ടയില്ലായ്മയിൽ നിന്നുമാണ് വരുന്നത്. അതുപോലെ ഐശ്വര്യം പുറത്തുനിന്നല്ല, അത് നിങ്ങളുടെ വീടിന്റെയും മനസ്സിന്റെയും വൃത്തിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വീട് വൃത്തിയാക്കൂ. വേണ്ടാത്ത സാധനങ്ങൾ എടുത്തുകളയൂ. പ്രപഞ്ചത്തിന് ഒരു ഓർഡർ കൊടുക്കൂ, ഞാൻ തയ്യാറാണ്, എനിക്ക് പുതിയത് തരൂ, എനിക്ക് ഐശ്വര്യം തരൂ. നിങ്ങളുടെ വീടിന്റെ ഓരോ കോണും ഓരോ മുറിയും ഓരോ വസ്തുവും പ്രപഞ്ചത്തിനൊരു സന്ദേശം നൽകുന്നുണ്ട്. വീട് അലങ്കോലമായി കിടക്കുമ്പോൾ പ്രപഞ്ചത്തിന് കിട്ടുന്ന സന്ദേശം, ഇയാൾ ഒന്നിനും തയ്യാറല്ല, ഇയാൾക്കിനിയും ഭാരങ്ങൾ വേണം എന്നാണ്. എന്നാൽ നിങ്ങൾ വീട് ചിട്ടപ്പെടുത്തുമ്പോൾ, സാധനങ്ങൾ ശരിയായ സ്ഥലത്ത് വെക്കുമ്പോൾ സന്ദേശം മാറുന്നു. ഇപ്പോൾ ഞാൻ പുതിയ അവസരങ്ങൾക്കും പണത്തിനും വേണ്ടി സ്ഥലം ഒരുക്കിക്കഴിഞ്ഞു. ഇത് അന്ധവിശ്വാസമല്ല, ഊർജ്ജത്തിന്റെ ശാസ്ത്രമാണ്. ഇനി നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം, പണക്കാർ എങ്ങനെയാണ് വീട് വൃത്തിയാക്കുന്നതിലൂടെ തങ്ങളുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതെന്ന്. ഒരു പണക്കാരൻ ഒരിക്കലും തന്റെ വീടിന്റെ മൂലകളിൽ ചിലന്തിവലകൾ ഉണ്ടാകാൻ സമ്മതിക്കില്ല. കാരണം ചിലന്തിവലകൾ വെറും പൊടിയല്ല, അവ നിങ്ങളുടെ ഊർജ്ജത്തെ തടഞ്ഞു നിർത്തുന്നവയാണ്. ബോബ് പ്രോക്ടർ പറയുന്നു, എവിടെയാണോ സ്തംഭനാവസ്ഥയുള്ളത് അവിടെ പുരോഗതി ഉണ്ടാകില്ല. ചിലന്തിവല സ്തംഭനാവസ്ഥയുടെ പ്രതീകമാണ്. നിങ്ങളുടെ വീടിന്റെ മൂലകളിൽ ചിലന്തിവലകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിലും എവിടെയോ തടസ്സമുണ്ട്. പണക്കാർ എല്ലാ ആഴ്ചയും വീടിന്റെ മൂലകൾ വൃത്തിയാക്കുന്നു. നിങ്ങൾക്ക് ശരിക്കും ഐശ്വര്യം വേണമെങ്കിൽ ഇന്ന് തന്നെ നോക്കൂ, എവിടെയെങ്കിലും ചിലന്തിവലയുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ഉടൻ വൃത്തിയാക്കൂ. ഇനി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ ഓർമ്മകളുടെ കാര്യം. പലരും പഴയ വസ്ത്രങ്ങൾ, പഴയ സമ്മാനങ്ങൾ, പൊട്ടിയ സാധനങ്ങൾ എന്നിവ ഇതൊരു ഓർമ്മയല്ലേ എന്ന് കരുതി സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്നാൽ പണക്കാർ മനസ്സിലാക്കുന്നു, ഓർമ്മകൾ ഉണ്ടാകേണ്ടത് മനസ്സിലാണെന്നും പാഴ്വസ്തുക്കളിലല്ല എന്നും. നിങ്ങൾ എപ്പോഴും പഴയകാലവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഭൂതകാലത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കും. പണക്കാർ വർത്തമാനകാലത്തിലും ഭാവിയിലുമാണ് ജീവിക്കുന്നത്. അവർക്ക് ഉപയോഗമുള്ളതും പുതിയ ഊർജ്ജം നൽകുന്നതുമായ സാധനങ്ങൾ മാത്രമേ അവർ സൂക്ഷിക്കൂ. ജപ്പാനിലെ സമ്പന്നർ ഒരു പ്രത്യേക നിയമം പാലിക്കുന്നുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാണുമ്പോൾ സന്തോഷം നൽകുന്ന സാധനങ്ങൾ മാത്രം വീട്ടിൽ സൂക്ഷിക്കുക. ഏതെങ്കിലും സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് ഭാരം തോന്നുകയോ വിഷമം വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുടൻ വീട്ടിൽ നിന്ന് പുറത്താക്കുക. ബോബ് പ്രോക്ടറും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ തരംഗങ്ങളെ തീരുമാനിക്കുന്നത്. വീട് ഭാരം കുറഞ്ഞതാകുമ്പോൾ നിങ്ങളുടെ ആത്മാവും ഭാരം കുറഞ്ഞതാകും. അപ്പോൾ പണത്തിന്റെ ഒഴുക്ക് എളുപ്പമാകും. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്തേക്ക് വരുന്നു, നിങ്ങളുടെ ജോലിസ്ഥലം. നിങ്ങൾ പഠിക്കുന്ന, ജോലി ചെയ്യുന്ന, എഴുതുന്ന, ബിസിനസ് പ്ലാനുകൾ ഉണ്ടാക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയുള്ളതും ചിട്ടയുള്ളതുമായിരിക്കണം. നിങ്ങളുടെ മേശപ്പുറത്ത് പഴയ ബില്ലുകളും പേപ്പറുകളും പൊട്ടിയ പേനയും വേണ്ടാത്ത സാധനങ്ങളും ചിതറിക്കിടപ്പുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന നിങ്ങളുടെ വരുമാനവും ചിതറിക്കിടക്കുമെന്നാണ്. പണക്കാർ തങ്ങളുടെ ജോലിസ്ഥലത്തെ ഒരു പുണ്യസ്ഥലമായാണ് കാണുന്നത്. അവരുടെ പുരോഗതിക്കും ശ്രദ്ധയ്ക്കും സഹായിക്കുന്ന സാധനങ്ങൾ മാത്രമേ അവർ അവിടെ വയ്ക്കൂ. നിങ്ങളും ഇന്ന് തന്നെ നിങ്ങളുടെ മേശ വൃത്തിയാക്കൂ. പഴയ ബില്ലുകളും ആവശ്യമില്ലാത്ത രസീതുകളും മാറ്റുക. ഇത് നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകും, ചിന്തകൾ വ്യക്തമാകും. എന്തുകൊണ്ടാണ് ദരിദ്രരായ ആളുകൾ എപ്പോഴും പണം വന്ന ഉടനെ പോകുന്നു എന്ന് പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവരുടെ വീട് തന്നെ ഓട്ടയുള്ള ഒരു പാത്രം പോലെയാണ്. ഊർജ്ജം വരുന്നു, പുറത്തേക്ക് പോകുന്നു. പൊട്ടിയ വസ്തുക്കൾ, അഴുക്ക്, അലങ്കോലങ്ങൾ എന്നിവ ആ ഓട്ടയുടെ പണിയാണ് ചെയ്യുന്നത്. പണക്കാർ ആ ഓട്ട അടയ്ക്കുന്നു. അവർ തങ്ങളുടെ വീട് ചിട്ടപ്പെടുത്തി വെക്കുന്നതിലൂടെ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ഊർജ്ജത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു പാത്രമാക്കി മാറ്റുന്നു. മറ്റൊരു വലിയ രഹസ്യം വീട്ടിലെ സുഗന്ധമാണ്. പണക്കാരുടെ വീടുകളിൽ എപ്പോഴും നേരിയ സുഗന്ധം ഉണ്ടായിരിക്കും. അത് ചന്ദനത്തിരിയുടെയോ പൂക്കളുടെയോ പ്രകൃതിദത്ത എണ്ണകളുടെയോ ആകാം. എന്തുകൊണ്ട്? കാരണം സുഗന്ധം തരംഗങ്ങളെ മാറ്റുന്നു. വീട്ടിൽ ചീത്ത ഗന്ധമുണ്ടെങ്കിൽ മനസ്സും ഭാരമുള്ളതാകും, ജോലികളിൽ തടസ്സം വരും. എന്നാൽ വീട്ടിൽ നല്ല സുഗന്ധമുണ്ടെങ്കിൽ മനസ്സ് താനേ സന്തോഷിക്കും. സന്തോഷമുള്ള മനസ്സ് ഐശ്വര്യത്തെ ആകർഷിക്കും. ബോബ് പ്രോക്ടർ പറയുന്നു, ശ്രദ്ധ എവിടേക്കാണോ പോകുന്നത് ഊർജ്ജവും അവിടേക്ക് ഒഴുകുന്നു. നിങ്ങൾ സുഗന്ധത്തിലും ഭംഗിയിലും വൃത്തിയിലും ശ്രദ്ധ നൽകിയാൽ ഊർജ്ജവും അവിടെ തന്നെ പോകും, പണവും അവിടെ തന്നെ നിൽക്കും. ഇനി ഒന്ന് സങ്കൽപ്പിക്കൂ, നിങ്ങൾ നിങ്ങളുടെ വീട് വൃത്തിയാക്കി, ചിലന്തിവലകൾ മാറ്റി, പഴയ സാധനങ്ങൾ പുറത്താക്കി, അടുക്കള അലങ്കരിച്ചു, പ്രധാന വാതിൽ കഴുകി വൃത്തിയാക്കി.
മുറിയിൽ വെളിച്ചവും കാറ്റും വരാൻ അനുവദിച്ചു. നേരിയ സുഗന്ധം പരത്തി. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ തരംഗങ്ങൾ എങ്ങനെയായിരിക്കും? ആ വീട് തന്നെ നിങ്ങളോട് പറയും, ഞാനിപ്പോൾ തയ്യാറാണ്. വീട് തയ്യാറാകുമ്പോൾ നിങ്ങൾ ഉള്ളിൽ നിന്നും തയ്യാറാകും. ഈ തരംഗമാണ് പ്രപഞ്ചത്തിലേക്ക് പോകുന്നത്. ആ തരംഗമാണ് നിങ്ങൾക്കായി അവസരങ്ങളെ വലിച്ചുകൊണ്ടുവരുന്നത്. ഓർക്കുക, പണക്കാർ പുറമെ മാത്രം തിളങ്ങുന്നവരല്ല. അവരുടെ യഥാർത്ഥ തിളക്കം അവരുടെ വീട്ടിലെ ചിട്ടയിൽ നിന്നാണ് വരുന്നത്. ഈ ചിട്ടയാണ് അവരെ അവസരങ്ങളുടെ കാന്തമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യുക? ആദ്യം നിങ്ങളുടെ വീടിന്റെ ഒരു ഭൂപടം മനസ്സിൽ കാണുക. ചിന്തിക്കാൻ തുടങ്ങുക. ഏതു മൂലയാണ് വൃത്തികേടായി കിടക്കുന്നത്? എവിടെയാണ് വേണ്ടാത്ത സാധനങ്ങളുള്ളത്? എവിടെയാണ് ചിലന്തിവലകളുള്ളത്? എവിടെയാണ് പൊട്ടിയ സാധനങ്ങളുള്ളത്? ഇവയുടെ ഒരു ലിസ്റ്റുണ്ടാക്കുക. എന്നിട്ട് പതിയെ അത് മാറ്റാൻ തുടങ്ങുക. ഈ പ്രക്രിയ പതിയെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയും നീക്കാൻ തുടങ്ങും. ബോബ് പ്രോക്ടർ പറയുന്നു, സമ്പത്ത് വരുന്നത് കഠിനാധ്വാനം കൊണ്ട് മാത്രമല്ല, അത് വരുന്നത് ചിന്തയിൽ നിന്നാണ്. ചിന്തകൾ വൃത്തിയാകുന്നത് വീട് വൃത്തിയാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഫെങ് ഷൂയിയോ വാസ്തുവോ ഊർജ്ജശാസ്ത്രമോ വിശ്വസിക്കുന്നവർ എപ്പോഴും ആദ്യം വീട് ശരിയാക്കുന്നത്. കാരണം വീടാണ് നിങ്ങളുടെ ആത്മാവ് താമസിക്കുന്ന ആദ്യത്തെ ക്ഷേത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാർ ഉപയോഗിക്കുന്ന ആ രഹസ്യമുണ്ട്. വീട് വൃത്തിയാക്കൽ വെറുമൊരു വൃത്തിയാക്കലല്ല, അതൊരാചാരമാണ്. അതൊരു ഊർജ്ജശാസ്ത്രമാണ്. അത് പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശമാണ്. ഞാനിപ്പോൾ തയ്യാറാണ്. എനിക്ക് പണം വേണം. എനിക്ക് ഐശ്വര്യം വേണം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് വീടിനൊന്ന് വലം വയ്ക്കുക. എവിടെയാണ് അഴുക്കുള്ളത്? എവിടെയാണ് അലങ്കോലമുള്ളതെന്ന് നോക്കുക. രാവിലെ എഴുന്നേറ്റ് ഒരു മൂല വൃത്തിയാക്കുക. പതിയെ ഈ ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകും. നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാം. ദാരിദ്ര്യം അഴുക്കിലാണ് ജീവിക്കുന്നത്, ഐശ്വര്യം വൃത്തിയിലും. ഇതൊരു സാധാരണ വരിയല്ല, ജീവിക്കുന്ന അനുഭവമാണ്. ഇത് ശീലമാക്കുന്നവർക്കറിയാം വൃത്തിയാക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ അവസരങ്ങൾ കൂടുന്നതെന്ന്, എങ്ങനെയാണ് അവരുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതെന്ന്, എങ്ങനെയാണ് അവരുടെ വരുമാനം താനേ കൂടാൻ തുടങ്ങുന്നതെന്ന്. അതുകൊണ്ട് ഇനി പ്രപഞ്ചത്തിന് ഓർഡർ കൊടുക്കൂ. യാചിക്കരുത്, ആജ്ഞാപിക്കൂ. ഞാൻ വൃത്തിയായിരിക്കുന്നു. ഞാൻ തയ്യാറാണ്. ഇനി എനിക്ക് തരൂ. അപ്പോൾ പണം താനേ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു കാര്യം ആഴത്തിൽ മനസ്സിലാക്കുക. വൃത്തിയാക്കൽ എന്നത് വെറും അടിച്ചുവാറൽ മാത്രമല്ല, അതൊരു മാനസിക പ്രക്രിയയാണ്. നിങ്ങൾ വീട് വൃത്തിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിനെയാണ് വൃത്തിയാക്കുന്നത്. വർഷങ്ങളായി നിങ്ങളെ പിടിച്ചുകെട്ടിയിരിക്കുന്ന പഴയ അതിരുകളെയും അലസതയെയും നെഗറ്റീവ് ചിന്തകളെയുമാണ് നിങ്ങൾ പുറന്തള്ളുന്നത്. പണക്കാർ പണക്കാരാകാൻ കാരണം അവർ അഴുക്കിനെയും ചിട്ടയില്ലായ്മയെയും സഹിക്കില്ല എന്നതാണ്. അവർക്കറിയാം ചെറിയൊരു പൊടി പോലും അവരുടെ തരംഗങ്ങളെ താഴേക്ക് വലിക്കുമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പെട്ടെന്ന് വീട് നന്നായി വൃത്തിയാക്കിയാൽ എത്ര വലിയ ആശ്വാസമാണ് അനുഭവപ്പെടുന്നതെന്ന്. ഏതോ ഒരു പുതിയ ജീവൻ വീട്ടിലേക്ക് വന്നതുപോലെ തോന്നും. ഈ ആശ്വാസമാണ് യഥാർത്ഥത്തിൽ പുതിയ ഊർജ്ജത്തെ വലിച്ചുകൊണ്ടുവരുന്നത്. ബോബ് പ്രോക്ടർ പറയുന്നു, പണം ഒരു ഊർജ്ജമാണ്. അതിന് ഊർജ്ജത്തെ പോലെ കാണുക. ഊർജ്ജം എവിടേക്കാണോ സ്വാഗതം ചെയ്യപ്പെടുന്നത് അവിടേക്കാണത് പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ എല്ലായിടത്തും പൊടിയാണെങ്കിൽ, അലമാരയിൽ വർഷങ്ങളായി ഉപയോഗിക്കാത്ത പഴയ തുണികളുണ്ടെങ്കിൽ, ഷെൽഫിൽ പൊട്ടിയ സാധനങ്ങൾ കിടപ്പുണ്ടെങ്കിൽ, പണം എന്തിനവിടെ നിൽക്കണം? അവിടെ നിൽക്കുമ്പോൾ അതിന് ശ്വാസം മുട്ടും, അത് ഓടിപ്പോകും. എന്നാൽ നിങ്ങൾ ഈ വേണ്ടാത്ത സാധനങ്ങൾ മാറ്റുമ്പോൾ പണം പറയും, ഈ സ്ഥലം എനിക്കുള്ളതാണ്. മറ്റൊരു രഹസ്യം കൂടി പറയാം. പണക്കാർ തങ്ങളുടെ പേഴ്സും ലോക്കറും വൃത്തിയായി സൂക്ഷിക്കുന്നു. പണക്കാരനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസം അവരുടെ പേഴ്സ് കണ്ടാൽ മനസ്സിലാകും. ദരിദ്രന്റെ പേഴ്സ് എപ്പോഴും അലങ്കോലമായിരിക്കും. അതിൽ പഴയ ബില്ലുകളും പേപ്പറുകളും അഴുക്കുള്ള നോട്ടുകളും ചിലപ്പോൾ കീറിയ പൈസയും കിടപ്പുണ്ടാകും. എന്നാൽ പണക്കാർ തങ്ങളുടെ പേഴ്സിനെ ക്ഷേത്രം പോലെയാണ് കാണുന്നത്. അതിൽ അവർ വൃത്തിയുള്ളതും ചിട്ടയുള്ളതും ബഹുമാനത്തോടുകൂടിയതുമായ പണം മാത്രമേ വയ്ക്കൂ. കാരണം അവർക്കറിയാം, ഏതിനെയാണോ നിങ്ങൾ ബഹുമാനിക്കുന്നത് അത് വർദ്ധിക്കും. നിങ്ങൾ പണത്തിന് ബഹുമാനം നൽകിയാൽ പണം നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനം നൽകും. നിങ്ങളും ഇന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൊന്ന് നോക്കൂ. പഴയ ബില്ലുകളും പേപ്പറുകളും മാറ്റുക. കീറിയ നോട്ടുകൾ മാറ്റുക. പേഴ്സ് ചിട്ടപ്പെടുത്തുക. ഈ ചെറിയ നടപടി നിങ്ങളുടെ ധനത്തിന്റെ ഒഴുക്കിനെ മാറ്റും. ഇനിയൊന്ന് ചിന്തിക്കൂ. നിങ്ങൾ നിങ്ങളുടെ വീടും പേഴ്സും വൃത്തിയാക്കി വയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ തരംഗങ്ങൾ എങ്ങനെയായിരിക്കും? വൃത്തിയുള്ളതും ഭാരം കുറഞ്ഞതും തിളങ്ങുന്നതും. ഈ തരംഗമാണ് നിങ്ങളെ അത്തരം ആളുകളുമായി കൂട്ടിമുട്ടിക്കുന്നത്, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന അവസരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ദാരിദ്ര്യവും ഐശ്വര്യവും രണ്ട് ഊർജ്ജങ്ങളാണ്. ദാരിദ്ര്യം അഴുക്കിലും അലസതയിലും ചിട്ടയില്ലായ്മയിലും ജീവിക്കുന്നു. ഐശ്വര്യം വൃത്തിയിലും ചിട്ടയിലും പ്രകാശത്തിലും ജീവിക്കുന്നു. ആരെ വിളിക്കണം എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ഇന്നു മുതൽ നിങ്ങളുടെ വീടിനെ ഒരു പുണ്യസ്ഥലമായി കണ്ട് ദിവസവും കുറച്ചായി വൃത്തിയാക്കാൻ തുടങ്ങിയാൽ പ്രപഞ്ചം നിങ്ങളുടെ വിളി കേൾക്കും. പണം താനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടന്നുവരും.